ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഒരു മീൻ കറി ടൈപ്പിലുള്ള ഒരു മുട്ടക്കറിയാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനെല്ലാ വെജിറ്റബിൾസും മുട്ടയും ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് സബോള നീളത്തിൽ കട്ട് ചെയ്ത് കിട്ടണം. അതേപോലെ തന്നെ ടൊമാറ്റോ ആഡ് ചെയ്തു, പച്ചമുളക് ആഡ് ചെയ്തു, ഇഞ്ചി ആഡ് ചെയ്തു, വേപ്പില ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നത് ഒരു ചെറിയ പീസ് കൊടംപുളിയാണ് കേട്ടോ, ഒരു പുളിപ്പിന് വേണ്ടിയിട്ട്. അതും ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും മീൻകറി തന്നെ, അതിൽ നമ്മൾ മീനിന് പകരം അതിൽ ആഡ് ചെയ്യുന്നത് മുട്ടയാന്ന് മാത്രമേ ഉള്ളൂ. മുളകുപൊടി 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾ പൊടിയാണ് പിന്നെ ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾക്കൊരു ഇടേണ്ടത് 1/2 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യണം. നാളികേര പാലാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. അത് എല്ലാം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പ് സ്റ്റവ് ഓൺ ചെയ്തിട്ട് അത് അടുപ്പത്ത് വെക്കുകയാണ്. നല്ലോണം തിളച്ച് നല്ലോണം ഒന്ന് വറ്റി വരണം. അപ്പൊ അതുവരെയ്ക്കും നമ്മൾക്ക് അതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. കുറച്ചു നേരം, ഒരു 10 മിനിറ്റ് കഴിഞ്ഞൊന്ന് തുറന്നു നോക്കുമ്പോൾ നല്ലോണം എല്ലാം വറ്റി റെഡി ആയിട്ടുണ്ട്. നല്ലോണം ഇളക്കിയൊക്കെ ഒന്ന് നോക്കാം. എന്തെങ്കിലും ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ശരിക്കും കളറൊക്കെ മീൻകറിയുടെ കളർ തന്നെയാണ് വരുന്നത്. ടേസ്റ്റും ഏകദേശം അത് തന്നെയാണ്. മുട്ട ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിലേക്ക് മുട്ട ബോയിൽ ചെയ്ത് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. അത് അതിലേക്ക് ആഡ് ചെയ്യാണ്. എല്ലാം ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. മുട്ടയൊന്നും അധികം ഉടഞ്ഞു പോകണ്ട, പതുക്കെ മിക്സ് ചെയ്യാം. കറിയൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു ചെറിയൊരു ഇത് വെച്ച് നമുക്ക് അതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉള്ളി ആൻഡ് വേപ്പില രണ്ടും കൂടി നല്ലോണം താളിച്ച് നമ്മൾ കറിയിൽ ആഡ് ചെയ്യാണ് കേട്ടോ. ഒരു ഇതായിട്ടുണ്ട്. ഇനി ഞാനത് കറിയിലേക്ക് മിക്സ് ചെയ്യാൻ പോവാണ്. സ്റ്റൗ ഓഫ് ചെയ്യുക. ഇത് കറിയുടെ മുകളിൽ നല്ലോണം മിക്സ് ചെയ്യാണ്. നല്ലോണം ഇതാക്കുക, ഇളക്കി നല്ലതാക്കി എടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും മീനൊന്നും നമുക്ക് കിട്ടിയില്ലെങ്കിൽ മീൻകറി പോലെ തന്നെ ആയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അഭിപ്രായമൊക്കെ പറയാം. ഓക്കെ, ബൈ.